പതിനായിരങ്ങൾ നൽകിയ വൻപിച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സതീദേവി ജയിച്ചതിന് ശേഷം ഇതാ സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടിന് ശ്രീകൃഷ്ണന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സതീദേവി ഇതാ സ്വഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എല്ലാ വോട്ടർമാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹലോ ഹലോ ഹലോ. എന്റെ എത്രയും പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരെ, ഈ നടന്ന ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷം നിന്ന് നിങ്ങൾ എന്നെ ജയിപ്പിച്ചത് ഈ തരുണത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. എന്റെ ശത്രുവായി ലീലാവതി, പക്ഷേ ഇന്നു മുതൽ എനിക്ക് അവരോട് ശത്രുതയില്ല. തോറ്റവരോട് കാണിക്കേണ്ട വികാരം ദേഷ്യമല്ല, മറിച്ച് സഹതാപമാണ്. സുഗണാനിയ, ലീലാവതി വീട് പൂട്ട് മുങ്ങിക്കളഞ്ഞല്ലേ? മുങ്ങിയ? ആര് പറഞ്ഞു മുങ്ങിയെന്ന്? അത് പിന്നെ ഞാൻ ചോദിക്കാം. വിക്കലും പറയലും ഒന്നും വേണ്ട, ഞങ്ങൾക്കറിയാം കേട്ടാ. അടിയും ഇടിയും വെടിയും ഒന്നുമല്ല, ശാന്തസുന്ദരമായ ഭരണമാണ് ഇനി നമുക്ക് വേണ്ടത്. അടുത്ത കോളനി മീറ്റിംഗിൽ എന്റെ ഭരണ പരിഷ്കാരത്തിന്റെ അജണ്ട നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതാണ്. ചരിത്രം കേട്ടിട്ടില്ല, ചരിത്രം ഉണ്ടാകില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് പോകാം. ചരിത്രം കേട്ടിട്ടില്ല. അമ്മേ, ഇരിക്കൂ. എന്താ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അല്ല, ഇലക്ഷന് കാശ് തന്നു, അത് വെച്ചങ്ങ് സ്വാധീനിക്കുക എന്നൊന്നും തോന്നരുത്. അയ്യോ, ഒരിക്കലും ഇല്ല. കാര്യം എന്താന്ന് പറഞ്ഞാട്ടെ. നഗരനകത്തെ ലൈനുകൾ ഇനിയിപ്പൊ നഗറിന്റെ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും നന്നാക്കാൻ പോകുന്നത്, അല്ലയോ? അല്ല, എന്താ കാര്യം? മെയിൻ്റെനൻസിന്റെ കോൺട്രാക്ട് എന്റെ അനിയന് കൊടുക്കണം. അല്ലെ, അത് ഞാൻ ഇപ്പോഴല്ലേ ഈ ഒന്നുമില്ല. സമ്മതം, ഡബിൾ സമ്മതം. തെരഞ്ഞെടുപ്പിന് കാശ് തന്നിട്ടുള്ള വിധേയത്വം അല്ലല്ലോ, അഗാധമായ സ്നേഹബന്ധം കൊണ്ടാണല്ലോ. അതെ, പിന്നല്ലാതെ. ശരി, എന്നാ ഞാൻ ഇറങ്ങുന്നു. പുതിയ പ്രസിഡന്റിനെ എല്ലാ ആശംസകളും. താങ്ക് യു. അതെ, ഈ സതി നഗർ ഭരിക്കുന്നത് അന്നാമ്മയെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയാ. ശരി, സന്തോഷം. എന്നാ ശരി. നരേന്ദ്ര സാറേ, ജയിച്ചു സാറേ. ആര് ജയിച്ചു? സഹിച്ചേച്ചി ജയിച്ചു. അവരെപ്പ പരീക്ഷ എഴുതി തീർന്നു? അയ്യോ, അതല്ലെന്ന്, ഇലക്ഷൻ ജയിച്ചെന്ന്. നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ? ഓ, അത് ശരി, മനസ്സിലായി. കളിയാക്കുകയാണല്ലേ? അല്ല, കാര്യമായിട്ട് ഞാൻ പറഞ്ഞ. അതെ സാറേ, കളിയാക്കല്ലേ, കളിയാക്കല്ലേ. ഇനിയിപ്പോ പറഞ്ഞ കുറച്ചാളത്തേക്ക് ഞങ്ങളുടെ കയ്യിലാണ്. കണ്ടും കേട്ടൊക്കെ എന്നാ സാറിന് കൊള്ളാം കേട്ടാ. ഇത് വിയർത്ത് നേടിയ വിജയമാണ്, വിയർത്ത് നേടിയ വിജയം. സ്വന്തം വിയർപ്പ് കൊണ്ട് ഇതുവരെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി അത് നടക്കും. എന്ന് വെച്ചാ ആലോചിച്ചാ മതി, അപ്പൊ കിട്ടും. അല്ല, നാറ്റം. അതിന്റെ അർത്ഥം എന്തോന്നു? എന്തായാലും സതിച്ചേച്ചി ജയിച്ചു. എനിക്കൊരു ദുഃഖമില്ല, ഒരു വിഷമവും ഇല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നല്ലോ ജീവിത ലക്ഷ്യം. ഇല്ല, എനിക്കൊരു വിഷമമില്ല. ഇതാ നോക്ക്, ഞാൻ ഹാപ്പിയാണ്. അയ്യോ കുഞ്ഞെ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാൻ ആഹ്ലാദവതിയായിട്ടിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? ഇല്ല, എനിക്കൊരു വിഷമവും ഇല്ല. എനിക്കൊരു വിഷമവും എന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു വിഷമവും ഇല്ല. ഐ എം വെരി വെരി ഹാപ്പി. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് അയ്യോ അയ്യോ കുഞ്ഞേ, ചേച്ചി നിക്ക്, ചേച്ചി ചേച്ചി നിക്ക്. 哎 പോവല്ലേ.
നന്ദിയുണ്ട്, നന്ദിയുണ്ട് ഭഗവാനെ, നന്ദിയുണ്ട്. ഒരു നഗറിന്റെ ഭരണം മുഴുവൻ എന്റെ കയ്യിൽ വന്നു ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്ദിയുണ്ട് ഈശ്വര. അതെ, നേർച്ചകളെല്ലാം നടത്തണം. ഭഗവാനോട് നമ്മൾ കടം പറയാൻ പാടില്ല. അതെ, കുട്ടി ഞാനും കൂടെ ചില അമ്പലങ്ങളിൽ വഴിപാട് നടത്താൻ പാ. നമുക്ക് ഇറങ്ങാം കുട്ടി. ഈ തുറപ്പൊരാളൊരു പൂച്ച തന്നെ എങ്ങനെ വലിച്ചെറിഞ്ഞാലും 4 കാലിൽ നിൽക്കും. സന്തോഷം കൊണ്ട് എന്റെ അമ്മച്ചിയാണ് ശൗന്തല എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോഴേ നമ്മൾ 2 വീട്ടിലെ താമസക്കാരാൻ പോവല്ലേ? പക്ഷേ ഇതിനിടയില് ഭീകരമായ ഒരു പ്രതിസന്ധി സംജാതമാവുന്നുണ്ട്. അയ്യോ, എന്താ ഏട്ടാ? ശത്രുക്കൾ ഒന്നിക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടി. ചേച്ചി, ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യമല്ലേ? അയ്യോ, അരുത്, കരയരുത്. ഞാനും കടിച്ചു പിടിച്ചാ നിൽക്കുന്നത്. പൊട്ടിപ്പോവും. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ലീലാവതിയും കണ്ടതല്ലേ? കണ്ടിരുന്നു. നഗറിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നു. ഔദ്യോഗിക കാറിൽ കറങ്ങുന്നു. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലായി. വെള്ളത്തിൽ വരയ്ക്കുമ്പോ വരയ്ക്കുന്ന സ്ഥലമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ അതുപോലും അവശേഷിപ്പിക്കാതെ ചേച്ചി, എന്തോ ഞാനിപ്പോ ചേച്ചിയെ പിടിച്ചപ്പോ ചേച്ചിക്ക് ഒരു ശക്തി കിട്ടിയ പോലെ തോന്നില്ലേ? കറക്റ്റ്. എന്റെ ദുഃഖം കുറച്ച് കുറഞ്ഞതുപോലെ. എന്താ? അയ്യോ, ചേച്ചിയുടെ കൈ തൊട്ടപ്പോ എനിക്കും എന്റെ വിഷമൊക്കെ മാറി, പ്രയാസമൊക്കെ പോയി. അപ്പൊ നമ്മൾ തമ്മിൽ എന്തോ ഒരു ഐക്യം ഉണ്ടല്ലേ? അതെ അതെ, ഇതുവരെ ഇല്ലാതിരുന്നൊരു ഐക്യം. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ തമ്മിൽ ഒരുപാട് ചെളിവാരി എറിഞ്ഞിട്ടുണ്ട്. ഓ, സാരമില്ല, ചെടിയല്ലേ, ഒന്ന് കഴുകിയാ പോവും. ശരിയാ. അതുമല്ല, സ്നേഹ കൂടുതലുള്ളവര് തമ്മിലുള്ള ഒടക്കല്ല. ദേ, സഹോദരന്മാര് തമ്മിൽ വഴക്കൂടാറില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടാറില്ലേ? അതൊക്കെ സ്നേഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒടക്ക. ആ ഒടക്ക് ദാ ഇപ്പൊ തീർന്നു. എന്താ നമ്മള് തമ്മിൽ വൈകിയെന്ന് ആലോചിക്കുന്നത്? എനിക്കറിയാം ഇപ്പൊ ഈ സൗഹൃദം എന്തിനാണെന്ന്. എന്തിനാ? പൊതുശത്രുവിനെ നേരിടാനല്ലേ? അതെ, നേരിടാൻ തന്നെ. എനിക്കറിയാം, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഓ പിന്നെ സെറ്റ് ചേർന്നാ നമ്മൾ അടുപ്പത്ത് അരിവേവൂല്ലല്ലോ. ഓ, എന്നാൽ ഇതിത്തിരി കടുപ്പം തന്നെ. ഒരാൾ ജയിച്ചു എന്ന് അറിഞ്ഞപ്പോ ക്രിമിയടി അളവി. അയാളെ സ്വസ്ഥായിട്ട് ഭരിക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെ. ആ, അതൊരു ലോക രീതിയാണ് കുട്ടി. ജയിക്കുന്ന ആളിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കും. അങ്ങനെ അയാൾ ഒറ്റപ്പെട്ടവനാവും. ഓ, കലങ്ങി തെളിഞ്ഞു ഒറ്റപ്പെട്ടവനെ കൊണ്ടുവന്ന് എത്തിച്ചു. 4-5 ദിവസത്തിനകം മറ്റേ കെട്ടിടത്തിലേക്ക് മാറണമെന്നാ സതിമോള് പറഞ്ഞത്. ഓ ഈശ്വര, ആ ദിവസം എത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നാ മതിയായിരുന്നു. എനിക്ക് വല്ലാത്തൊരു പേടി അമ്മാവ. എന്താ കുട്ടി? അല്ല, ആ കുഞ്ഞു കുഞ്ഞുമേ ലീലാവതി കുഞ്ഞു ഐക്യത്തിലായി എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കുമോ എന്ന്. ഇപ്പോ ലീലാവതി കുഞ്ഞില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞമ്മയില്ല, കുഞ്ഞു കുഞ്ഞമ്മയില്ല ലീലാവതി കുഞ്ഞില്ല എന്നുള്ള അവസ്ഥയാ. ആങ്ങളമാരെ, ടീച്ചറെ, ഇന്നൊരു പുതുയുഗത്തിന്റെ ആരംഭം കുറിക്കുക. അതിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുക.
സൗഹൃദത്തിന് ഔപചാരികമായി ആരംഭം കുറിച്ചിരിക്കുന്നു. ദാ, ഞാൻ കഴിച്ചോളാം. ഇനി നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ദാ, പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ എടുത്തോളൂ. ചേച്ചി അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കണ്ട. 100 കൂട്ടം അസുഖമുള്ളതല്ലേ. അതെ, അസുഖത്തിനാ ഞങ്ങൾ ഈ മരുന്ന് കൊണ്ട് നടക്കുന്നത്, മനസ്സിലായോ? അതെ, ഞങ്ങളുടെ പെങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിയും. അറിയോ? കഴിച്ചോ പെങ്ങളെ? ആമാശയം മുട്ട കഴിച്ചു. അല്ല, എനിക്ക് എടുത്തോളൂ. ഇടയ്ക്ക് ഈ പൈനാപ്പിളും കഴിച്ചോളൂ, ദഹനം കിട്ടും. പെങ്ങളെ, ഇടയ്ക്ക് ഒരു ഇന്റർവെൽ കൊടുക്കണേ. ഗുളിക ഇതാ വെള്ളം. ഷുഗറിനുള്ള ഗുളിക. മധുരം കഴിച്ച ഉടൻ ഇത് കഴിക്കണം. രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ഗുളിക, വെള്ളം. ഇതാ കണ്ടില്ലേ, ജിലേബിയാ കഴിച്ചേ. ജിലേബി നല്ല നെയ്യും. അതിന് കേടുണ്ടാവാതിരിക്കാൻ ഉടൻ കഴിച്ചു കൊളസ്ട്രോളിന്റെ ഗുളിക. പിന്നെ വേണം വേണം. അതാ പറയണേ, നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് ആഹാരവും കഴിക്കാം, പക്ഷെ നമുക്ക് മുൻകരുതൽ വേണം. മുൻകരുതൽ വേണം അല്ലേ? കറക്റ്റ്. അങ്ങനെ പ്രസിഡന്റായി. ഇനി നമുക്ക് വീട് മാറണം. വേണം, ഉടനെ വേണം. സാധനങ്ങൾ ഇന്ന് തന്നെ കെട്ടിപ്പറക്കണം. അത് വേണ്ട, ആക്രാന്തം കാണിക്കല്ലേ. വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്തിലല്ലേ. അത്യാവശ്യത്തിന് ഫർണിച്ചറും അവിടെ ഉണ്ട്. ഒന്നട വിട്ട് അവിടെ ഇവിടെ താമസിക്കാമല്ലോ. നേരാ, അതാ ഒരു അന്തസ്. ഈ വീട് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ആഴ്ചയിൽ 2 ദിവസം ഇവിടെ, 5 ദിവസം അവിടെ. എന്താ? സത്യം പറഞ്ഞ 2 വീടിന്റെ ഓണറാവുക. ഇങ്ങനൊക്കെ ജീവിതത്തിലാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. അല്ല, പ്രതിപക്ഷ നേതാവണെന്ന് പറഞ്ഞ് ലീലാവതി കുഞ്ഞ് അങ്ങോട്ടുകൂടി വന്നാ വരട്ടെ, അപ്പ കാണാൻ എന്റെ തനി സ്വരൂപം. അതുമല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വിചാരിച്ചല്ലേ ഒരു ടീമിനെ ഓടിക്കാനാണോ പ്രയാസം? അത് തന്നെ ഒത്തുപിടിച്ചാ മലയും പോരും. പിന്നെയാണോ പ്രതിപക്ഷ നേതാവും ഫാമിലിയും? അല്ല പിന്നെ. ഹലോ, ഞങ്ങള് വീട് മാറാൻ പോവുകയാണ്. ഇതിനേക്കാളും വലിയ അടിപൊളി സ്ഥലമാണ്. അവിടെ നഗറാണ്, നഗർ. ഇതിനേക്കാളും വലിയ നഗർ. അവിടെ ഓരോ ലൈനും ഓരോ സ്ട്രീറ്റ് ആണ്. അറിയാം, ഞാനെന്ത് വേണം? അല്ല, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അയാൾ പറഞ്ഞിട്ടില്ലേ അവനൊക്കെ അസൂയാണ്, അത് അസൂയ. തന്നെ. ആ ചേട്ടാ, പോഷ് ഫാമിലിയിലേക്കല്ലേ നമ്മൾ മാറാൻ പോകുന്നേ. അപ്പോ അതനുസരിച്ച് നമ്മുടെ സ്റ്റൈലും രീതിയൊക്കെ ഒന്ന് മാറണ്ടേ? ഏയ്, അത് പാടില്ല ശകുന്തളെ. നമ്മൾ നാട് മറന്നാലും നമ്മളെ മറക്കാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? ആ നഗറിലെ പോഷ് ആൾക്കാരെ നമ്മുടെ രീതിക്ക് കൊണ്ടുവരണം. അതാണ് നേട്ടം, അതാണ് വിജയം. അറിയോ, സത്യം പറഞ്ഞ അവിടുത്തെ ഈ സംഭവ പരമ്പരകളിലേക്ക് എടുത്ത് ചാടാൻ എന്റെ മനസ്സങ്ങ് വെമ്പലുള്ളതാണ്. എന്റെയും. ഒരുപാട് ആളുകള്, അടുത്തടുത്ത് വീടുകള് ഒക്കെ കൂടെ ഒരു ജഗപുകയായിരിക്കും. എന്തൊരു പുക? ജഗപുക. അതെന്തോന്നു? അതറിഞ്ഞൂടാ, എല്ലാരും പറയുന്നു. ഞാൻ എന്തെങ്കിലും ആവട്ടെ, അതൊരു ജഗപുക ആയിരിക്കും. ഹലോ, ഞങ്ങൾ അങ്ങോട്ട് മാറാൻ പോണം നഗറിലോട്ട്. ഡേയ്, യവനൊക്കെ അസൂയ മൂത്തവന്മാരാണ് കേട്ടോ. നമ്മൾ നഗറിലോട്ട് പോകുന്നതിന്റെ അസൂയ. സാറ് സാറ് എന്താ ഓടിക്കേ? അല്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. എന്ത് കാര്യം? അയ്യോ, ഞങ്ങൾ ഇവിടുന്ന് മാറാൻ പോവാണ് വേറൊരു വീട്ടിലേക്ക്. അതറിഞ്ഞു. സാറേ, സത്യം പറഞ്ഞ ഞങ്ങക്ക് വിഷമമുണ്ട്. എന്താ ശകുന്തളെ, വിഷമിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പിരിയലെന്ന് പറഞ്ഞ അവസാനത്തെ പിരിയലാണ്. അന്നേ നമ്മൾ വിഷമിക്കാവൂ. ഇതൊക്കെ അതിനിടയിലുള്ള അനിവാര്യതകളാണ്. പുതിയ ലോകവും പുതിയ അന്തരീക്ഷവും. അപ്പോ ഞങ്ങളെയൊക്കെ മറക്കുമല്ലേ ഓടിക്കോ? അത് ശരി. അപ്പൊ സാർ ഇതുവരെ ഓടിക്കാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ സാറേ, ആകാശം മുട്ട മരം വളരുമ്പോ അതിന്റെ വേരുകൾ കൂടുതൽ കൂടുതൽ ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കും. അതുപോലെ ഈ ഓടിക്ക് എന്റെ പേര് കംപ്ലീറ്റ് ഇവിടെയാണ്. ശരി.
സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയതാണ് തോന്നുന്നു അല്ലേ? പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. ആ എനിക്ക് മനസ്സിലായി. ചേട്ടന് ഈ ഭയങ്കര പ്രയാസം തന്നെ അല്ലേ? അവര് സ്ഥലം മാറി പോകുന്നതില് ആകെ ഒരു മനപ്രയാസം. അവര് വീട് മാറുന്നതില് ഞാനെന്തിനാ പ്രയാസപ്പെടുന്നേ? ആ എനിക്കറിയാം. വഴക്കും ഉടക്കും ഒക്കെ ആണെങ്കിലും ഉള്ളില് ഭയങ്കര ഇഷ്ടം അല്ലേ? പിന്നെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ആ